കുറച്ച് രാശിക്കാർക്ക് 2025 നടക്കുന്ന ശനിമാറ്റം എണ്ണിയാൽ തീരാത്തത്ര സൗഭാഗ്യങ്ങൾ കൊണ്ടുവരികയാണ്. നീണ്ട 2.5 വർഷങ്ങൾക്ക് ശേഷമാണ് ശനി 2025 വീണ്ടും രാശിമാറ്റത്തിന് ഒരുങ്ങി നിൽക്കുന്നത്. കർമ്മത്തിൻ്റെയും ന്യായത്തിൻ്റെയും ഒക്കെ അധിപനായ ശനിയുടെ ഈ രാശിമാറ്റം തീർച്ചയായും 12 രാശികളിലും വ്യത്യസ്തമായ ഫലങ്ങളായിരിക്കും ഉളവാക്കുന്നത്. എന്നിരുന്നാലും 3 രാശിക്കാർക്ക് ഈ ശനിമാറ്റം ജീവിതത്തിൽ ഉയർച്ച മാത്രമാണ് നൽകുന്നത്. ഇന്നത്തെ അധ്യായത്തിൽ ഈ രാശിക്കാരെ പറ്റിയാണ് നാം പരാമർശിക്കുവാൻ പോകുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഒരേ രാശിയിൽ തന്നെ 2.5 വർഷം നിലകൊള്ളുന്ന ഒരു ഗ്രഹമാണ് ശനി. അതായത് നവഗ്രഹങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹം. ഇപ്രകാരം ശനിക്ക് ഒരു രാശിചക്രം പൂർത്തിയാക്കുവാൻ 30 വർഷം വേണ്ടി വരുന്നു. ശനിയുടെ മൂലത്രികോണ രാശിയായ കുംഭത്തിൽ നിന്ന് മീനത്തിലേക്കാണ് ഇപ്പോൾ ശനി രാശി മാറുവാൻ പോകുന്നത്. ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം ആരംഭിക്കുന്നത് 2025 ജൂലൈ മാസം 13-ാം തീയതി രാവിലെ 9:36 ശനിയുടെ ഈ വക്രഗതിയിലുള്ള സഞ്ചാരം 138 ദിവസമായിരിക്കും തുടരുന്നത്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാന കാര്യം, നാം ഇപ്പോൾ പറയുവാൻ പോകുന്ന രാശിക്കാർക്ക് ശനിയുടെ ഈ വക്രഗതിയിലുള്ള സഞ്ചാരം നേട്ടങ്ങൾ മാത്രമേ ജീവിതത്തിൽ നൽകുന്നുള്ളൂ എന്നതാണ്. ഇത് ഇപ്പോൾ ഞാൻ പറയുവാൻ പോകുന്ന രാശിക്കാരുടെ ജീവിതത്തിലുള്ള ഒരു കാര്യത്തിൽ മാത്രമല്ല, അവർക്ക് വിജയവും സൗഭാഗ്യങ്ങളും വരുന്നത് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വച്ചടി കയറ്റമാണ് വരുന്നത്. ശനിയുടെ ഈ രാശിമാറ്റം കൊണ്ട് ഗുണഫലങ്ങൾ ലഭിക്കുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ കർക്കിടകം രാശിക്കാരാണ്. കർക്കിടകം രാശിയുടെ 9-ാം ഭാവത്തിലാണ് ശനി വക്രഗതിയിലുള്ള സഞ്ചാരം ആരംഭിക്കുന്നത്. അതിനാൽ തന്നെ കർക്കിടകം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് 2025 മുഴുവനായി എല്ലാവിധ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും. വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചിട്ടും നടക്കാതിരുന്ന കാര്യങ്ങളെല്ലാം കാര്യതടസ്സം നീങ്ങി നിങ്ങൾക്ക് ആഗ്രഹ സഫലീകരണത്തിലേക്ക് വരുവാനിടയാകും. കർക്കിടക രാശിക്കാരുടെ ആരോഗ്യനിലയും 2025 വളരെ ഗംഭീരമായിരിക്കും. ഇതുവരെ ഉണ്ടായിരുന്ന ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല രീതിയിൽ ഉന്മേഷത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും അതിനാൽ തന്നെ മാനസിക സന്തോഷം അനുഭവിക്കുവാനും നിങ്ങൾക്ക് കഴിയും. അതുപോലെ തന്നെ കർക്കിടകം രാശിക്കാരുടെ കുടുംബ ബന്ധങ്ങളൊക്കെ വളരെയധികം ദൃഢമാകുന്ന ഒരു സമയമായിരിക്കും ഇത്. മാത്രമല്ല, നിങ്ങളുടെ വരുമാന സ്രോതസ്സിൻ്റെ എണ്ണം കൂടുവാനും ഭാഗ്യം കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ ആ ജോലിക്ക് പുറമെ സ്വന്തമായിട്ടുള്ള സംരംഭങ്ങളോ പുതിയ കൃഷിയൊക്കെ തുടങ്ങുവാൻ നിങ്ങൾക്ക് യോഗമുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങും എന്നത് മാത്രമല്ല, അതിൽ നിന്നെല്ലാം നല്ല രീതിയിലുള്ള ഒരു ലാഭം കൊയ്യുവാനും നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കും. അതിനാൽ തന്നെ നിങ്ങൾ ഒന്നിനും മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നുന്ന നല്ല കാര്യങ്ങളൊക്കെ ധൈര്യത്തോടെ ചെയ്യുക. അതിലെല്ലാം ഒരു വിജയം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. ശനിയുടെ വക്രഗതിയിലുള്ള ഈ സഞ്ചാരം ഭാഗ്യം സൃഷ്ടിക്കുന്ന 2-ാമത്തെ രാശിക്കാർ മീനം രാശിക്കാരാണ്. മീനം രാശിയുടെ ലഗ്നഭാവത്തിലാണ് ശനി വക്രഗതിയിലുള്ള സഞ്ചാരം ആരംഭിക്കുന്നത്. മീനം രാശിക്കാരുടെ ജീവിതത്തിൽ സമ്പത്തും സർവ്വ ഐശ്വര്യങ്ങളും വരുന്ന ഇതുപോലെ ഒരു സമയമില്ലെന്ന് തന്നെ വേണം പറയാൻ. കാരണം വേദജ്യോതിഷപ്രകാരം ശനി ലഗ്നത്തിൽ വക്രഗതിയിലുള്ള സഞ്ചാരം തുടങ്ങുന്നത് മീനം രാശിക്കാരിൽ സൃഷ്ടിക്കുന്നത് രാജാവിനെ പോലെ വാഴുവാനുള്ള ഒരു യോഗമാണ്. എന്നാൽ മീനം രാശിക്കാർ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകരുത്. ഈ 2025 ഏറ്റവും പ്രാധാന്യം
ആരോഗ്യത്തിന് നൽകിക്കൊണ്ട് മാത്രം നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ മീനം രാശിക്കാരുടെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം അതിൻ്റെ ഉച്ചസ്ഥായിലായിരിക്കും 2025. കടബാധ്യത കൊണ്ട് പൊറുതുമുട്ടി ജീവിക്കുന്ന ആളുകൾക്കൊക്കെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് കരകയറുവാനുള്ള സമയമാണ് വരുന്നത്. കടങ്ങളൊക്കെ വീട്ടി മനസ്സമാധാനത്തോടെ നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ മീനം രാശിക്കാരായിട്ടുള്ള പല ആളുകൾക്കും ഒരു വഴിപാട് കഴിക്കുവാൻ പോലുമുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വിഷമിച്ചിരുന്ന ആളുകളുണ്ട്. എന്നാൽ നിങ്ങളുടെ ഈ അവസ്ഥയൊക്കെ മാറുവാൻ പോകുന്നു. മാത്രമല്ല, നിങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ മുൻഗണന നൽകുവാനും പല തീർത്ഥാടന യാത്രകൾ നടത്തുവാനുമൊക്കെ ഭാഗ്യം ലഭിക്കും. ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം മൂലം എല്ലാ ഭാഗ്യങ്ങളും ലഭിക്കുവാൻ പോകുന്ന മൂന്നാമത്തെ രാശിക്കാർ ഇടവം രാശിക്കാരാണ്. ഇടവം രാശിക്കാരുടെ 11ാം ഭാവത്തിലാണ് ശനി വക്രഗതിയിലുള്ള സഞ്ചാരം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാശിക്കാർക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് അഭിവൃദ്ധിയും വൻ നേട്ടങ്ങളും തന്നെയാണ് വരുവാൻ പോകുന്നത്. ഇടവം രാശിക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതുവരെ നല്ല ഒരു ജോലിയില്ലാതെ, അതായത് ജോലിയുണ്ട് എന്നിരുന്നാലും ജോലിയിൽ ഒരു സ്ഥിരതയില്ലാത്ത അവസ്ഥയും, അതുപോലെ തന്നെ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങൾക്കൊത്ത രീതിയിൽ സാമ്പത്തികമില്ലാത്തതിനാൽ തന്നെ ഒരുപാട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്നവരുമുണ്ട്. എന്നാൽ ഇത്തരത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിരുന്ന ആളുകൾക്കൊക്കെ അവരുടെ തൊഴിൽ മേഖലകളിൽ ഒരു ഉയർച്ചയും ശമ്പള വർധനമൊക്കെ 2025 ലഭിക്കും. നിങ്ങൾക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും എന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ദുർച്ചിലവുകളൊന്നും വരാതെ ചിലവുകൾ നിയന്ത്രിക്കുവാനും കഴിയും. മാത്രമല്ല, ഇടവം രാശിക്കാരായിട്ടുള്ള വിദേശവാസമൊക്കെ ആഗ്രഹിച്ചിരുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആഗ്രഹം സഫലീകരണത്തിലേക്ക് എത്തുവാൻ പോകുകയാണ്. വിദേശത്തേക്ക് നിങ്ങൾ പോകുന്നത് ജോലിക്കാണെങ്കിലും പഠന കാര്യങ്ങൾക്കാണെങ്കിലും അതിൽ നിങ്ങൾ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു മികവ് പുലർത്തുവാൻ നിങ്ങളാൽ കഴിയുന്നതായിരിക്കും. നിങ്ങളുടെ കഴിവുകൾ അവിടെ തെളിയിക്കുവാൻ സാധിക്കുന്നതിനാൽ തന്നെ അവിടെ നിന്നും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നാം ഈ പറഞ്ഞ 3 രാശിക്കാർക്ക് 2025 ശനിമാറ്റം സൃഷ്ടിക്കുന്നത് ഭാഗ്യദശയാണ്. ഈ സമയം നിങ്ങളെല്ലാവരും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ പരമാവധി പരിശ്രമിക്കുക. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലുമെല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.